ഇന്നത്തെ വീഡിയോ നമുക്ക് ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ മാവിനെ കുറിച്ച് മനസ്സിലാക്കാം. പലരും ഓൾറെഡി ടെറസിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ കാറ്റിമോൺ എന്നാണ് ഈ മാവിനത്തിൻ്റെ പേര്. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്വദേശിയായിട്ടുള്ളൊരു മാവിനല്ല, മറിച്ച് തായ്ലൻഡ് സ്വദേശിയായിട്ടുള്ള ഒരു മാവിനാണ് കാറ്റിമോൺ. പലരും ഇത് ഫിലിപ്പൈനാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നുണ്ട്. എന്തുതന്നെയായാലും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് അതേ കാലമായിട്ടില്ല. അപ്പോൾ അധികം ഉയരം പോകാതെ കുറച്ച് ഡോർഫായിട്ട് വളരാൻ താല്പര്യം കാണിക്കുന്ന വെറൈറ്റി മാവിനാണ് കാറ്റിമോൺ. നമുക്ക് ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ പൂത്ത് കായ്ക്കുന്ന ഒരു സ്വഭാവം മറ്റുള്ള മാവുകളെ അപേക്ഷിച്ച് കാറ്റിമോൺ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തൈകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പൂക്കളുള്ള തൈകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാറ്റിമോണിൽ തുടക്കത്തിലെ നമ്മൾ കായകൾ പിടിക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് ഒന്നും കൂടി ബെറ്റർ. എല്ലാ മാവിനങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, കാ പിടിക്കുന്നത് കുറച്ച് ലേറ്റായിട്ട് 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കാ പിടിക്കാൻ അനുവദിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ അതുപോലെ തന്നെ കാറ്റിമോളിലും നമ്മൾ പൂത്ത് വരുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ തൈ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. എല്ലാ പൂക്കളും നുള്ളിക്കളഞ്ഞ ശേഷമാണ് ചെടിക്ക് പുതിയ ശിഖരങ്ങൾ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായത്. അങ്ങനെ ഒറ്റത്തടിയായിട്ട് വന്ന ചെടിയിൽ നിന്ന് 3 ശിഖരങ്ങളായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. വീണ്ടും ആ ഓരോ തണ്ടിനെയും വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ ചില്ലകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് അതിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓരോ തെഴുപ്പ് വരുമ്പോൾ ഏതൊക്കെ ആരോഗ്യമുള്ള തെഴുപ്പുകൾ നിലനിർത്തണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഓരോ ചില്ലകളും നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ കുള്ളനായിട്ട് ഡോർഫായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടി ആയതുകൊണ്ട് തന്നെ ടെറസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു മാവിനാണ് കാറ്റിമോൺ. ഇപ്പോൾ പല നഴ്സറികളിലും ഇതിൻ്റെ തൈകൾ കാണുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് കാറ്റിമോൺ ഉള്ളത്. അധികം നീളം പോകാതെ കുറച്ച് ഷോർട്ടായിട്ടുള്ളൊരു ഇലയാണ്. അതിൻ്റെ ഇലഞ്ഞരമ്പുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വേറെ എവിടെന്നെങ്കിലും കാറ്റിമോണിൻ്റെ തൈ കാണുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഈ ഒരു ചെടിയുടെ ഇലയുടെ ഒക്കെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. തീരെ നാരില്ലാത്ത പഴുത്തു കഴിഞ്ഞ മഞ്ഞ നിറത്തിലേക്ക് വരുന്ന മാങ്ങയാണ് കാറ്റിമോൺ. കുറച്ച് നീണ്ട ഷേപ്പാണ്, ഉരുളൻ മാങ്ങയല്ല, കുറച്ച് നീളൻ ഷേപ്പിലേക്ക് വരുന്ന ഒരു മാവിനാണ് കാറ്റിമോൺ. ഒരിക്കൽ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറുമാണ് കാറ്റിമോൺ. അപ്പോൾ കാറ്റിമോൺ കേരളത്തിൽ ഒത്തിരി പേരുടെ കയ്യിൽ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റിമോണിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂക്കൾ ടെൻഡൻസി വരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ വർഷത്തിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ പൂക്കാനുള്ള ടെൻഡൻസി കാറ്റിമോൺ പലപ്പോഴും കാണിക്കാറുണ്ടാവും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരിക്കലും ഒരു സീസൺ കഴിഞ്ഞാൽ വീണ്ടും കാറ്റിമോൺ പൂത്ത് തുടങ്ങും. അപ്പോൾ പലപ്പോഴും മഴയും മറ്റുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളും കാരണം പലപ്പോഴും ചില പൂക്കൾ നമുക്ക് മാങ്ങയായിട്ട് കിട്ടാറില്ല, എന്നാൽ ചില പൂക്കൾ നമുക്ക് മാങ്ങയായിട്ട് കിട്ടും. അപ്പം ഒരു 2 സീസണിലൊക്കെ നമുക്ക് മാങ്ങ കിട്ടാൻ പറ്റിയ നല്ലൊരു മാവിനം തന്നെയാണ് കാറ്റിമോൺ. കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും വാങ്ങിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ മാവിനങ്ങളൊക്കെ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെച്ചെടുപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എത്ര വെറൈറ്റി നിങ്ങൾ ടെറസിൽ വെച്ചിട്ടുണ്ടെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാലോ എത്ര പേരുടെ കയ്യിൽ എത്ര വെറൈറ്റി ഉണ്ടെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അത് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.